ഈ രീതിയിലാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ മൈഗ്രെയിൻ കുറയില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ കൂടാനും ചാൻസ് ഉണ്ട്. വേനൽക്കാലമാണ്. ഡീഹൈഡ്രേഷൻ മൈഗ്രെയിനിന്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. പക്ഷേ ചില ആൾക്കാര് കൂടുതൽ ദാഹം തോന്നുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുറയാനായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പാക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസസ് എന്നിവ കുടിക്കുന്നതായി കാണാറുണ്ട്. ഇത്തരം പാനീയങ്ങളിൽ 100 ml ഏകദേശം 10 മുതൽ 15 ഗ്രാം ഷുഗർ വരെ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ബോഡിയിൽ ഷുഗർ കോൺസെൻട്രേഷൻ കൂടുകയും അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽസിനകത്തെ ജലാംശം പുറത്തേക്ക് വരികയും ചെയ്യും. മാത്രമല്ല, ഇത്തരം ഡ്രിങ്ക്സിൽ അടങ്ങിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ്, പ്രിസർവേറ്റീവ്സ്, കഫീൻ എന്നിവയൊക്കെ തന്നെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. ഇത്തരം ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴുണ്ടാകുന്ന അസിഡിറ്റിയും മൈഗ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് 2 മുതൽ 3 ലിറ്റർ വരെ ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളം ഇടവിട്ട് കുറച്ചളവിൽ കുടിക്കുന്നതാണ് ഡീഹൈഡ്രേഷൻ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത്. മിതമായ ദാഹം, ക്ഷീണം, തളർച്ച എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം ഡ്രിങ്ക്സ് കഴിക്കുന്നതിന് പകരം നാരങ്ങ വെള്ളം, ഇളനീര്, ഫ്രഷ് ജ്യൂസ് എന്നിവ കുടിക്കാവുന്നതാണ്. മൈഗ്രെയിനിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.